ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന ത്രൈലോക്യനാഥനായിരിക്കുന്ന സൂര്യഭഗവാൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നതായ ദിവസമാണ് നമ്മളെല്ലാവരും ആഘോഷമാക്കുന്നതായിട്ടുള്ള വിഷുവൽ പുണ്യകാലം. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത് മേടമാസം 1-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ച പുലർച്ചെ നടക്കേണ്ടിയിരുന്നതായിട്ടുള്ള ഈ വിഷു സംക്രമത്തിന് പകരമായിട്ട് അന്ന് രാവിലെ 9:32 വിഷു സംക്രമം നടക്കുന്നത്. അതുകൊണ്ട് മേടമാസം 2-ാം തീയതി പുലർച്ചെ 4:40 ശേഷം 6:10 വിഷുക്കണി കാണുവാൻ വളരെ വളരെ നല്ലതാണ്. ഈ ഒരു വർഷക്കാലം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ സന്തോഷവും അത്ര തന്നെ സമാധാനവും അഭിവൃദ്ധിയും ശ്രേയസ്സും എല്ലാം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരകാരകനായിരിക്കുന്ന ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ജൂൺ മാസം 2-ാം തീയതി മുതൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലം ഈ മേടം രാശിക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിശേഷിച്ച് ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടിയിരുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഭൂമി വാങ്ങുവാനും വീട് മോടി പിടിപ്പിക്കുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ ധനപരമായിട്ടാണെങ്കിലോ ധാരാളം നേട്ടങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം വ്യയസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിൽ ശനീശ്വരൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മേടം രാശിക്കാർ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടി ചേരുന്ന ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ സർവേശ്വരകാരകനും ലാഭാധിപനുമായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 2-ാം ഭാവത്തിലും പിന്നീട് 3-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതും കർമ്മസ്ഥാനമായിട്ടുള്ള 10-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള അനുകൂല സ്ഥിതി കാണുന്നതുകൊണ്ടും ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നതും ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ്.
കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ചില വെല്ലുവിളികൾ തോന്നുമെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം 4-ാം ഭാവത്തിലാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ശ്രദ്ധയോടും വളരെയധികം ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മകീരം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ പൊതുവേ കണ്ടകശനി നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 2-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് വരുന്നത് കൊണ്ടും രാഹുകേതുക്കളുടെ അനുകൂല സ്ഥിതിയും മൂലം മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലും കുടുംബജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നല്ല നല്ല അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഒരു കാലയളവിനുള്ളിലായിട്ട്. അതുകൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മിഥുനം രാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യും. പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ജൂൺ മാസം 2-ാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12-ാം ഭാവത്തിലും ഈ സമയത്ത് അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ജൂൺ മാസം 2-ാം തീയതി വരെ ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിലെല്ലാം കൂടുതലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധയും കരുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ഈ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഹംസയോഗപ്രദനായിക്കൊണ്ട് ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതിയും മൂലം ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർക്കിടകം രാശിക്കാരുടെ ദൈനംദിന ജീവിതത്തിലും വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്.
ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽ മേഖലകളിലാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് കർക്കിടകം രാശിക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടി ചേരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ 12-ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള സ്വാധീനശക്തി നിലനിൽക്കുന്നതായ സമയമായതുകൊണ്ടും രാഹു കേതുക്കളുടെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയുള്ളതുകൊണ്ടും ചിങ്ങം രാശിക്കാർ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധ കൂടുതലും വേണ്ട സമയമാണ്. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയത്തിനുള്ളിൽ. ചില സമയങ്ങളിൽ മാനസികമായിട്ടുണ്ടാകുന്നതായ ടെൻഷനും ക്ഷീണാവസ്ഥകളും മൂലം പെട്ടെന്ന് വരുന്നതായ ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് ഏതൊരു കാര്യത്തിലും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലോ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ആത്മബന്ധത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം കോപശീലത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലതാണ്. ഇനി വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ ഒരു കാലയളവിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ ഈ ഒരു കാലയളവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന കന്നി രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതും ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും സമാധാനവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കും ഏത് മേഖലകളിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിദ്യാർത്ഥികൾ ആ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് കന്നി രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തും
പിന്നീട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം കർമ്മസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ ഒരു സമയങ്ങളിൽ ശനീശ്വരൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി മൂലം ദൈനംദിന ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും സന്തോഷവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് പുതിയ വീട് വാങ്ങുന്നതിനും നിലനിൽക്കുന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തുലാം രാശിക്കാർ ഈ ഒരു സമയങ്ങളിൽ ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്ന വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും 5-ാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനിയുടേതായ സ്വാധീന ശക്തി മൂലവും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ തൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാക്കുവാനും ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. തൊഴിൽപരമായിട്ടും വളരെയധികം അഭിവൃദ്ധിക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പൊതുവേ ഈ വൃശ്ചികം രാശിക്കാർ ഈ ഒരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടി ചേരുന്ന ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരികയും ഈ സമയത്ത് കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി ധനുരാശിക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഈ ഒരു സമയങ്ങളിൽ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം. കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ധനുരാശിക്കാർ. കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടി ചേരുന്ന മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ്. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും
ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ള മനോബലം കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ഇനി അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടി ചേരുന്ന കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരിപാലനത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ കൂടുതലും ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ കുംഭം രാശിക്കാർക്ക് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് കുംഭം രാശിക്കാരെ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പൂരോരുട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടിച്ചേരുന്ന ഈ മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിലെല്ലാം ഈ ഒരു കാലയളവിൽ കൂടുതലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കിട്ടുമെങ്കിലും സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുമെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതാണ്. അതുകൊണ്ട് മീനം രാശിക്കാരെ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും.